നമസ്കാരം, എൻ്റെ പേര് റോയ് ക്രിസ്റ്റി, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെനർജിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വീഡിയോ വരുമ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന നമ്മളൊരു ഫ്രാഞ്ചൈസിയുടെ നമ്പേഴ്സിൻ്റെ കാര്യവും. കുറച്ച് നാളായിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നതിനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ നമ്മുടെ ടീം സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളൊരു നിഗമനത്തോടു കൂടിയായിരുന്നു കമ്പനി വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് നിരന്തരം എൻക്വയറി ഉണ്ടായിരുന്നിട്ട് നമ്മളൊരു പുതിയൊരു ഫ്രാഞ്ചൈസി ചെയ്യാതിരുന്നത്. മലപ്പുറം ജില്ലയിൽ നമ്മുടെ ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ്. അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് വർക്കും ക്ലോസിങ്ങും എല്ലാം കമ്പനിക്ക് വളരെ മുതൽക്കൂട്ടാണ്. നല്ല സപ്പോർട്ടീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിലും എല്ലാം. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ബിസിനസ് മേഖലയിൽ, കൂടാതെ തന്നെ റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഏകദേശം 14 വർഷമായിട്ട് എനർജി വർക്ക് ചെയ്യുന്നവർ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു സോളാർ EPC ആണ്. എല്ലാവരും അറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട്, നമുക്കൊരു ലോങ് ടൈം വാറണ്ടി 10 മുതൽ 25 വർഷം വരെ വാറണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്ന സോളാർ പ്രോഡക്റ്റ്, അതായത് ഏത് കമ്പനിയാണോ ചൂസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന സോളാർ EPCയും ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എല്ലാവരും തീരുമാനമെടുക്കുക. നമ്മൾ പ്രൈസിലോട്ട് മാത്രം നോക്കുന്ന ആൾക്കാർ അവസാനം ഭയങ്കര ഒരു പ്രശ്നത്തിലോട്ട് പോകും. നമ്മൾ പ്രൈസ് കുറയ്ക്കും തോറും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സർവീസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് കമ്പനികൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇവിടെ മലപ്പുറം തിരൂർ ജില്ലയിൽ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ശങ്കറിനും സതീഷിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരുപാട് കമ്പനികൾ നോക്കിയിരുന്നു ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഒരുപാട് പഠിച്ചിട്ടാണ് ഈ റെനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തിരഞ്ഞെടുക്കാനുള്ള കാരണം പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ സോളാറിൻ്റെ ഒരു രംഗത്ത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വാല്യുബിൾ ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുമ്പോൾ ആരുടെ മുന്നിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ എത്ര തന്നെ ഉണ്ടായാൽ പോലും നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് തന്നെയാണ് ഈ ഒരു റെനർജി തിരഞ്ഞെടുക്കാനും അത് മാർക്കറ്റിലേക്ക് ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പല ഫ്രാഞ്ചൈസികളും ഉണ്ടായിരിക്കും, പല കമ്പനികളും ഉണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എവിടം വരെ എത്തിക്കാൻ പറ്റും, അതിൻ്റെ ആ ടോപ്പ് അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും.